ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇൽമാണ്, ആലിമീങ്ങളെക്കുറിച്ചാണ്. മനുഷ്യനെ നിലവാരമുള്ളവനാക്കുന്നത് ഇൽമു കൊണ്ടാണ്. അതുകൊണ്ടാണ് അതൊരാൾക്ക് നൽകപ്പെട്ടാൽ ഹിക്മത്ത്, ഇൽമിനെ ഹിക്മത്തെന്ന് പ്രയോഗിക്കുമ്പോൾ അകക്കാൻ പറഞ്ഞ ഇൽമിനാണ് ഹിക്മത്ത് എന്ന് പറയാം. ഓരോ ഇൽമും ഉൾക്കൊള്ളിച്ച അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ യുക്തിയുമൊക്കെ മനസ്സിലാക്കിയ ഇൽമ്, അയാളാണ് ഹക്കീം. ആ ആളിൽ നിന്ന് അബദ്ധങ്ങൾ വരില്ല. ഇൽമു കൊണ്ട് അബദ്ധം സംഭവിക്കാറുണ്ട് പലപ്പോഴും. അറിഞ്ഞതൊക്കെ വിളിച്ചു പറയാൻ സമൂഹത്തോട് പറ്റുമൊന്നുമില്ല. ഏത് പറയണം, ഏത് പറയരുത്, എവിടെ പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണം, ഇതൊക്കെ തിരിച്ചറിഞ്ഞ ഒരാളിൽ നിന്ന് ഇൽമു കൊണ്ട് അബദ്ധം ഒരിക്കലും ഉണ്ടാവില്ല. വെല്ലൂർ ബാക്കിയാത്തിലൊരു സംഭവം ഓർമ്മ വരികയാണ്. ആളെ ഞാൻ പറയുന്നില്ല, അത് പറയാതിരിക്കുന്നത് തന്നെയാണ് ഖൈറ്. കേരള ജനതയ്ക്ക് മാത്രമല്ല പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ചും മറക്കാൻ കഴിയാത്ത ഉന്നതനായൊരു വ്യക്തിത്വം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർസിൽ മുത്തഅല്ലിമീങ്ങളെ നിയന്ത്രിക്കുന്ന ഗുരുനാഥന് ആ മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ അവരെ അച്ചടക്കത്തിൻ്റെ ഭാഗമായി ചില നിയമങ്ങളൊക്കെ വെക്കാം. അതാ കുട്ടികളുടെ ഇർഷാദിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഫർദ് നിസ്കാരങ്ങളെ മുമ്പിലും ബാക്കിലുമുള്ള റവാത്തിബുകൾ നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും. അള്ളാൻ്റെ അടുത്തുനിന്ന് അതിന് ശിക്ഷയൊന്നും കിട്ടില്ല. പക്ഷേ ഉസ്താദ് അത് ഒരു ചിട്ടയായി തൻ്റെ ദർസിലെ നിയമമാക്കി മാറ്റിയാൽ അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് കരുതി ലാഘവത്തോടെ കാണുന്നത് ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ തിരിച്ചടിയാവും. സാധനം സുന്നത്താണെങ്കിലും ഉസ്താദ് ജീവിതശൈലിയായി നിർദ്ദേശിക്കപ്പെട്ടാൽ അത് ലംഘിക്കുന്നത് പിന്നെ അദബുകേടാണ്. അപ്പോൾ ബാഖിയാത്തിൽ പഠിക്കുന്ന മുതിർന്നൊരു വിദ്യാർത്ഥി, ഞാൻ ഈ സംഭവം എൻ്റെ വന്യ ഗുരുനാഥൻ മഹാനായ KS മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളിൽ നിന്ന് നേരെ കേട്ടതാണ്. അപ്പോൾ എല്ലാവരും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ബാഖിയാത്തിലെ പള്ളിയിൽ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ എല്ലാ കുട്ടികളും ആ ചിട്ട പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഉസ്താദുമാർ വാച്ച് ചെയ്ത് നടക്കും. കുട്ടികളൊക്കെ നിസ്കരിച്ചു എന്ന് ഉറപ്പായ പിന്നെ അവർ നിസ്കരിക്കും. അങ്ങനെ മഹാനായ ശൈഖാദം ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ബാഖിയാത്തിലെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമുള്ള കുട്ടികൾ റവാത്തിബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ വടക്കേ താഴ്വരയിലൂടെ ഇങ്ങനെ കുട്ടികളെ നിരീക്ഷിച്ച് നടക്കുമ്പോൾ തെക്കേ താഴ്വരയിൽ ഒരാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിക്റ് ചൊല്ലി നടക്കുന്നു. അപ്പോൾ ഉസ്താദ് നേരെ അങ്ങോട്ട് ചെന്നു. ഈ കുട്ടിയോട് മലബാറിൽ നിന്ന് പോയ ഉന്നതനായൊരു മുത്താലിമാണ്. തനഫൽത എന്ന് ചോദിച്ചു, നീ സുന്നത്ത് നിസ്കരിച്ചോ? ശൈഖാദം ഹസനത്തിനെ പോലെയുള്ള നമ്മുടെ ഒരു ഗുരുവര്യൻ എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുന്ന നേരത്ത് സുന്നത്ത് നിസ്കരിക്കാതെ ദിക്റ് ചൊല്ലി നടക്കുന്ന ശിഷ്യനോട് നീ സുന്നത്ത് നിസ്കരിച്ചോ എന്ന ചോദ്യം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടുത്തെ ചിട്ട അങ്ങനെയാണ്, എൻ്റെ നിർദ്ദേശം അതാണ്, അത് നീ പാലിച്ചോ എന്നാണ്. എന്നോടാണെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നത് അപ്പം വേഗം അങ്ങ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലാണ്. അപ്പോൾ ഉസ്താദിന് ഇഷ്ടാവും. പക്ഷേ ഈ ശിഷ്യൻ എന്താ ചെയ്തറിയോ? തദ്കിറത്തു സാഅത്തി ഖൈറും മിൻ അൽഫി റക്അ എന്ന് ഉസ്താദിനോട് പ്രതികരിച്ചു. റസൂലുള്ളാഹിൻ്റെ ഹദീസാണ്, നല്ല ആശയമാണ്. അല്പനേരം ദിക്റ് ചൊല്ലുന്നതിന് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ്.
ആരോടായി പറഞ്ഞത്? ശൈഖാദം ഹസ്രത്തിനോട്. നീ സുന്നത്ത് നിസ്കരിച്ചോ എന്ന ചോദ്യത്തിന് തദ്കിറത്തുസ്സാഅത്തി ഖൈറും മിൻ അൽഫി റക്അ, അല്പം ദിക്ർ ചൊല്ലൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണെന്ന് ഗുരുമുഖത്ത് നോക്കി തിരിച്ചടിച്ചപ്പോൾ ഇടിവെറ്റേറ്റ പോലെ ഗുരുനാഥൻ അന്താളിച്ചു, ഒന്നും പറയാതെ പിന്തിരിഞ്ഞു പോയി. ഇതിപ്പോൾ ഈ ഗുരുവിനറിയില്ലേ ആ ഹദീസ്? ഇദ്ദേഹം പറഞ്ഞത് ഇൽമ തന്നെയല്ലേ, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് തന്നെയല്ലേ. പിറ്റേന്ന് ക്ലാസ്സിൽ വെച്ച് ഈ തിൽമീദ് ഉൾപ്പെടെയുള്ള മുതിർന്ന കുട്ടികളുടെ ക്ലാസ്സിൽ സബക്കിന് ചെന്നപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആ ശിഷ്യനെ ചൂണ്ടിയിട്ട് ഖും എന്ന് പറഞ്ഞു, എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അത് പറഞ്ഞു, നീ നല്ല സുറഅത്തുൽ ഫഹമുള്ള ആളാണ്, കാര്യങ്ങളൊക്കെ എളുപ്പം തിരിയുന്ന ആളാണ്, നല്ല ഖുവ്വത്ത് ഹാഫിള മനപ്പാടമുള്ള ആളാണ്, നല്ല ഇബാദത്തിൽ മുന്തി നിൽക്കുന്ന ആൾ തന്നെയാണ്, ചിട്ടയൊക്കെ വളരെ ഉഷാറ, ഒരു കുഴപ്പമില്ല. പക്ഷേ മലബാറിൽ ഇൽമു കൊണ്ട് ഫിത്ന വരുമെങ്കിൽ അത് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് ക്ലാസ്സിൽ വെച്ചത് പറഞ്ഞിട്ടാണ് അന്ന് ക്ലാസ് തുടങ്ങിയത്. കേരളത്തിലെ ബിദഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് നാം അനുഭവിച്ച പല പ്രശ്നങ്ങളുടെയും കാരണക്കാരനായതിൻ്റെ കൂട്ടത്തിൽ ആ വ്യക്തിയെ കാണാം പിന്നീടുള്ള ചരിത്രത്തിൽ. നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൽമ് എന്ന് പറയുന്നത്, ഇൽമുള്ളവൻ ഹക്കീമാകുന്നത്, അതാവും മൻയൂത്തൽ ഹിക്മത്ത, അകക്കാൻ പറഞ്ഞ ഇൽമ് ഒരാൾക്ക് കിട്ടിയാൽ ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ. അങ്ങനെയുള്ള ഇൽമുള്ളവനിൽ നിന്ന് ഇൽമു കൊണ്ട് അബദ്ധം വരില്ല. നമുക്കിന്ന് പല ഇൽമും സോഷ്യൽ മീഡിയ കാലത്ത് പലരുടെയും പല ഇൽമും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പലരുടെയും പ്രസ്താവനകൾ, പല ഫത്വകൾ, ചില പ്രഖ്യാപനങ്ങളൊക്കെ നമ്മുടെ ഉന്നത നേതാക്കന്മാർക്ക് വരെ വിനയായി വരുന്നത് അകക്കാൻ പറഞ്ഞ് പ്രയോഗിക്കാൻ പാടില്ലാത്തിടത്ത് പ്രയോഗിച്ചതിൻ്റെ ഫലമാണ്. അത് ഹിക്മത്തിൻ്റെ ഭാഗമല്ല, ഇൽമ തന്നെയാണ്. എന്നാൽ അങ്ങനെ അകക്കാൻ പറഞ്ഞ ജീവിതത്തിൽ എവിടെയും ഒരബദ്ധവും ഒരിക്കലും സോറി പറയേണ്ടി വന്നിട്ടില്ലാത്ത, മറിച്ചൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ലാത്ത, പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്ത പരിമിതമായ ആളുകളെ നാം ജീവിച്ച യുഗത്തിൽ ഉള്ള ആലിമീങ്ങളെ കൂട്ടത്തിൽ നമുക്ക് കാണാം. അതിലേറ്റവും മുൻപന്തിയിലുള്ള വന്യ ഗുരുവിനെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. അത് ബോധ്യപ്പെടുത്തുന്ന നുറുങ്ങുകൾ ഒരുപാട് പറയാൻ പലർക്കും ഉണ്ടാവും. കൂടെ നടന്നവർക്കും അനുഭവിച്ചവർക്കുമാണ് സംഭവങ്ങൾ ഒരുപാട് പറയാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1985 നന്നമ്പ്ര പള്ളിയിൽ നിൽക്കുന്നത്. 40 കൊല്ലങ്ങളായി. ഒരു വർഷമാണ് ഞാൻ നന്നമ്പ്രയിൽ മുദരിസായി സേവനം ചെയ്തത്. ഇവിടെ മടുത്ത് മതിയായി പോയതല്ല, മറ്റൊരു നാട്ടുകാർ എന്നെ ഇവിടുന്ന് പറിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുപോയതാണ് പുറത്തൂരിലേക്ക്. സമ്മതമില്ലാതെ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണമെന്ന കണ്ടീഷനിലാണ് എൻ്റെ വന്യ പിതാവിനെ ഉൾപ്പെടുത്തി മധ്യസ്ഥ ചർച്ചയിലൂടെയാണ് ആ പോക്ക്. പക്ഷേ പിന്നെ തിരിച്ചു വരവൊന്നും ഉണ്ടായില്ലെങ്കിലും ഞാൻ ആ ഒരു കൊല്ലക്കാലത്തെ ബന്ധം അവിടെയുള്ള എല്ലാ കുടുംബങ്ങളുമായും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ന് വന്യരായ ഉസ്താദ് ഹയാത്തുള്ള കാലമാണ്. പക്ഷെ ഞാൻ അന്നൊരു പയ്യനാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ, മക്കളൊന്നും ഉണ്ടായിട്ടില്ല. താടിയൊന്നും ഇപ്പത്തെ അത്ര ഇല്ല. കാണാനും ഇപ്പം ഞാൻ വല്ല കാണാനുള്ള ആളായിട്ടല്ല, പക്ഷെ ഇത്രയും ഇല്ല. വന്യരായ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് നമുക്ക് അങ്ങനെ അങ്ങ് അടുക്കാൻ പറ്റാത്ത ഒരു പേരും പെരുമയും വലിയ ഉന്നതനായി അറിയപ്പെടുന്ന ഒരാളോട് പൂച്ചയുടെ മുമ്പിൽ എലി നിൽക്കും പോലെയുള്ള അത്തരം സമീപനം, അത് അപൂർവമാണെങ്കിലും ഒന്നിൽ കൂടുതൽ തവണ ചില നിർണായക വിഷയങ്ങൾക്ക് വേണ്ടി ഉസ്താദിനെ വീട്ടിൽ വന്നും ഈ ചെറിയൊരു നിസ്കാരപ്പള്ളി എന്നവരുണ്ടായിരുന്നു അവിടെ വെച്ചും 1-2 തവണ നന്നമ്പ്ര പള്ളിയിൽ അങ്ങോട്ട് വന്നപ്പോഴും വെള്ളിയാമ്പുറം പള്ളിയിൽ വെച്ചുമൊക്കെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്.
അപ്പം ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് അനുഭവങ്ങളായി കൂടുതലൊന്നും എനിക്ക് പറയാൻ ആ ഇടപെടലുകളിൽ ഉണ്ടായതായി ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിലും ഉന്നതന്മാരാകുമ്പോൾ നമ്മളൊക്കെ അവരെക്കുറിച്ച് എപ്പോഴും പലരിൽ നിന്നും കേൾക്കും, അവരെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ കുടിയിരുത്തപ്പെട്ട, അള്ളാഹു ആദരിച്ച, ഇൽമു കൊണ്ട് ഉയർത്തിയ ഒമൻ യൂത്തൽ ഹിക്മത ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ എന്ന പ്രഖ്യാപനം അന്വർത്ഥമാക്കി ജീവിച്ച ഗുരുവര്യരാണ് വന്യരായ സയ്യിദ് അലി ഉസ്താദ്. എന്തിന് പറയണം? ഇന്ന് കേരളത്തിൽ ഏതൊക്കെ പള്ളിയുണ്ട ദർസുകൾ, കോളേജുകൾ, ചെറുതും വലുതുമായ കലാലയങ്ങൾ, ക്യാമ്പസുകൾ, അവിടെയൊക്കെ ഓതിപ്പടിക്കാൻ ഉപയോഗിക്കുന്ന മുത്തഅല്ലിമുകളുടെ കയ്യിലും ഓതിക്കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉസ്താദുമാരുടെ കയ്യിലും ഫത്ഹുൽ മുഈൻ തൊട്ട് മഹല്ലി തൊട്ട് നിർണായകമായ ദർസി കിതാബുകൾ അധികവും നന്നമ്പറ ഉസ്താദിൻ്റെ കൈപ്പണി കൊണ്ട് ടിപ്പണി നടത്തിയ കിതാബുകളാണ്. ഏത് ദർസില അതല്ലാത്തത് ഓതുന്ന കുട്ടികൾ എല്ലായിടത്തും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നന്നമ്പറ ഉസ്താദിൻ്റെ ഫത്ഹുൽ മുഈൻ, അവിടുത്തെ മഹല്ലി, അങ്ങനെ അദ്ദേഹം കൈവച്ച് വർക്ക് നടത്തിയ കിതാബുകൾ അത് പുറത്തിറങ്ങിയാൽ സമൂഹത്തിൽ വലിയ മാർക്കറ്റ് കിട്ടുമെന്ന് തിരിച്ചറിയാത്ത പബ്ലിഷിംഗ് കമ്മിറ്റികളാണ് നമ്മുടെ കേരളത്തിലുള്ളവർ. അതൊക്കെ കണ്ടറിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എത്ര പണ്ഡിതന്മാർ ജീവിച്ചു പോയി. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഒരു ഫത്ഹുൽ മുഈൻ നേരത്തെ ഇറങ്ങിയതുണ്ട്. ഞാനത് വിസ്മരിച്ചുകൊണ്ട് പറയല്ല, അതൊക്കെ ആ ഗണത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ആ ഫത്ഹുൽ മുഈനെ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതാദ്യമായി ഇറക്കിയത് എൻ്റെ അളിയൻ തന്നെയാണ്, മഞ്ചേരി അലമീൻ ബുക്ക് സ്റ്റാൾ. പക്ഷെ പിന്നീടുള്ളതൊക്കെ സയ്യിദ് അലി ഉസ്താദിൻ്റെ കിതാബുകളാണ് ഇറങ്ങിയത്. അപ്പോൾ ഉസ്താദിൻ്റെ നിലവാരം മനസ്സിലാക്കാൻ ഇന്ന് എല്ലാ കോളേജിലും പള്ളി ദർസുകളിലും കയറിയാൽ അവിടെയൊക്കെ ഉസ്താദിൻ്റെ സാന്നിധ്യം കാണും. ഉസ്താദിൻ്റെ കൈ തൊട്ട ആശയങ്ങൾ വ്യക്തമാക്കിയ, എടുത്തു നോക്കിയാൽ ചെറിയൊരു ധാരണ അറബി ഭാഷയുമായി ബന്ധമുള്ളവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. ആ കിതാബുകൾ വെച്ചാൽ മറ്റു ഹാഷ്യകൾ ആവശ്യം വരില്ല. ഒരു ഹാഷ്യകളിലും ഇല്ലാത്ത ധാരാളം ഇൽമുകൾ, അപൂർവങ്ങളിൽ അപൂർവങ്ങളായ വരീബായ മസ്അലകൾ, കിതാബ് എഴുതിയ മുസന്നിഫിൻ്റെ ഉദ്ദേശങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറുക്കു വഴികൾ, ഇതെല്ലാം ചെയ്തു വെച്ച കിതാബ്. അതില്ലാത്ത ഒരു പള്ളി ദർസുമില്ല, ഒരു കോളേജുമില്ല. നാം ഒരാളെ മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്ത് എത്ര വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ട്? ഒരുപാട് വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ട്. എത്ര പേരെ മരിച്ചവർ നമുക്ക് ഓർമ്മയുണ്ട്? ജീവിതം കൊണ്ട് മാതൃകാപരമായ ചരിത്രം രചിച്ചവർ, അവർ മരിച്ച് എത്ര നൂറ്റാണ്ടുകളായാലും അവർ സമൂഹത്തിൽ വിസ്മരിക്കപ്പെടും. അങ്ങനെയൊന്നുമില്ലാത്തവർ കുറഞ്ഞ കാലം കൊണ്ട് സമൂഹത്തിൽ അങ്ങനെ ഒരാൾ ജീവിച്ചതുപോലും ആരും അറിയാതെ മൺമറഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെയെന്നും ഓർമ്മിക്കപ്പെടുന്ന അപൂർവം വ്യക്തിത്വങ്ങളാണ് സമൂഹത്തിലുള്ളത്. ആ ഇൽമിൻ്റെ അകക്കാമ്പ് കിട്ടിയ, അത് ബോധ്യപ്പെടുത്തിയ ജീവിതമാണ് വന്യരായ ഉസ്താദ് ജീവിച്ചത്. ഇൽമ് കൂടുന്നതിനനുസരിച്ച് വിനയം കൂടുമെന്നാണ്. എന്തൊരു ജീവിത ലാളിത്യമായിരുന്നു വന്യരായ ഉസ്താദിൻ്റെത്. റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാറ അസ്ഖാലി എന്ന തത്വജ്ഞാനികൾ പറഞ്ഞത്. ഇൽമിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഈ വ്യക്തിയുടെ വിനയം കൂടി വരുന്ന, തീരെ അഹങ്കാരം ഉണ്ടാവില്ല, തവാദു ഉണ്ടാകും. തവാദഅത കുൻ കന്നജ്മി ലാഹ ലിനാദിരി അലാ സഫഹാത്തിൽ മാഇ വഹുവ റഫീഉ. നീ വിനയമുള്ളവനായിക്കോ. എത്രത്തോളം സമൂഹത്തിൻ്റെ മുമ്പിൽ വിനയാന്വിതനായോ, തകുൻ കന്നജ്മി, നീ നക്ഷത്ര തുല്യനാകും. എന്താ നക്ഷത്രത്തിൻ്റെ അവസ്ഥ?
ലാഹലി നാദിരിൻ അലാ സഫാത്തിൽ മായി, വെള്ളത്തടാകത്തിൻ്റെ മുമ്പിൽ പോയി നിന്നവന് മേലെ ഇരിക്കുന്ന ആകാശം അവൻ്റെ കാലിൻ ചുവട്ടിലാ കാണുക. ആകാശവും നക്ഷത്രവും ഒക്കെ സൂര്യൻ വരെ തൻ്റെ കാലിൻ ചുവട്ടിൽ കാണും. കുളത്തിൻ്റെ വക്കിൽ, പുഴയുടെ വക്കിൽ പോയിരുന്നാൽ. പക്ഷേ വഹുവ റഫീഉ, അതൊരുപാട് മേലെയാണ്. കാണുന്നവർക്ക് നീ അങ്ങനെയാണ്, യഥാർത്ഥത്തിൽ നീ ഒരുപാട് ഉന്നതനാണ്. വിനയം. അതല്ലാതെ വലാ തകു കദ്ദുഖാനി യഅലൂ ബിനഫ്സിഹി ഇലാ തബഖാത്തിൽ ജവ്വി വഹുവ വദിഉ. നീ എന്താവരുത്, വലാ തകു കദ്ദുഖാൻ, പുക കണക്കാവരുത്, ആവി. എന്താ പുകയുടെ സ്വഭാവം? യഅലൂ ബിനഫ്സിഹി ഇലാ തബഖാത്തിൽ ജവ്വി, വായുമണ്ഡലത്തിലേക്ക് ആരും പൊക്കാതെ പൊങ്ങണ സാധനമാണത്. പക്ഷേ വഹുവ വദിഉ, അത് നിസ്സാര വസ്തുല്ലേ, പുകക്ക് വല്ല നിലവാരമുണ്ടോ? നീ വിനയമുള്ളവനായാൽ ആകാശത്ത് കാണുന്ന സൂര്യനെപ്പോലെ വെള്ളത്തടാകത്തിൻ്റെ മുമ്പിൽ പോയാൽ നിന്റെ കാലിൻ ചുവട്ടിലാണ് ആ സൂര്യനെ നീ കാണുക. പക്ഷെ അതൊരുപാട് മുകളിലാണ്. അപ്പം നീ വിനയമുള്ളവനാവണം. ഈ വിനയം പൂർണ്ണമാകുന്നത് റസാനത്തുൽ ഇൽമി മൻകാനത്തു സക്കിരുഹു യംഷി ബിഹാ ഖാലിഅൻ മിഖ്ദാർ അസ്ഖാലി. ഇൽമിൻ്റെ ഭാരത്തിൻ്റെ തോതനുസരിച്ച് വിനയത്തിൻ്റെ തോത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ആ തത്വം യാഥാർത്ഥ്യമാക്കിയ ഉസ്താദിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എത്ര ലളിതമാണെന്നറിയും. ഞാനൊരു വിഷയവുമായി ഉസ്താദിനെ സമീപിച്ചിരുന്നു. 82 കല്യാണം കഴിച്ചിട്ട് 85 കുട്ടികളുണ്ടാകുന്നില്ല, മക്കളില്ലാത്ത വിഷമം. ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞു ശരിയായിക്കോളും സബൂറാവു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുന്ന് പോയതിന് ശേഷം പിന്നെയും ഇടയ്ക്ക് വരുമ്പോൾ അപൂർവമാണ് കാണാൻ പറ്റിയ രംഗമുണ്ട്. നന്നമ്പറയിൽ പിന്നെ ഞാൻ അടിക്കടി വരാറുണ്ടായിരുന്നു അന്നൊക്കെ. അപ്പോഴേക്ക് 4-5 വർഷം 8 വർഷമൊക്കെ ആയി മക്കളില്ലാതെ. അന്ന് എന്നോട് പറഞ്ഞത് തവക്കുൽ, നിങ്ങൾ പേടിക്കരുത്, തവക്കുല് തീരെ ഇല്ലേ എന്നോട് ചോദിച്ചു. തവക്കുല് തീരെ ഇല്ലേ? മക്കളെ തരുന്നവൻ അള്ളാഹുവാണ്, നിങ്ങളങ്ങ് തവക്കുലാക്കിക്കോ. അള്ളാഹു തആല പറഞ്ഞെന്താ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂന. ആയത്തും പരോധി. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കണ്? അള്ളാഹിനെ പറഞ്ഞാൽ ഭക്തി തോന്നണം, ഖുർആൻ കേട്ടാൽ ഈമാൻ വർദ്ധിക്കണം, കാര്യങ്ങളൊക്കെ അള്ളാഹിനെ ഏൽപ്പിക്കണം. ഒക്കെ അവൻ ഏറ്റെടുക്കും. നിങ്ങൾക്ക് മക്കളിൽ ഖൈറുണ്ടോ ഓനത് തന്നിരിക്കും, അല്ലേ? പക്ഷെ എനിക്ക് 10 വർഷം കഴിഞ്ഞാൽ മക്കളുണ്ടായത് കേട്ടോ. ഞങ്ങൾ തവക്കുലാക്കി. അന്ന് ഉസ്താദ് പറഞ്ഞ് ഓർക്കുകയാണ്, നിങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കഥ അറിയില്ലേ? എന്നോട് പറഞ്ഞാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാം അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ട ആളാ. ആ പരീക്ഷണം വളരെയധികം പ്രയാസപ്പെട്ട് രോഗത്തിൻ്റെ വേദന സഹിച്ച് കടിച്ചിറക്കിയ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രവാചകനാണല്ലോ. ദുആക്ക് ഇജാബത്ത് ഉറപ്പല്ലേ? അള്ളാഹുവിനോടൊന്ന് അമർത്തി പറഞ്ഞാൽ, പടച്ചവനെ എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അള്ളാഹു തആല റദ്ദ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ആ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു വട്ടമെങ്കിലും അല്ലാഹുമ്മ ശ്ഫി അംറാദി എന്ന് പറഞ്ഞോ അയ്യൂബ് നബി അലൈഹി സ്വലാം? ഇല്ലല്ലോ. അങ്ങനെ അയ്യൂബ് നബി പറഞ്ഞിട്ടില്ല, പടച്ചോനെ എൻ്റെ രോഗം ഒന്ന് ഷിഫാക്കിക്കൊള്ളാം. നമുക്കത് പറയാതെ കഴിയില്ല. നമ്മൾ താഴെ കടയിൽ ഏറ്റവും അളേഫായ ആൾക്കാരാണ്. പ്രവാചകന്മാരെ തവക്കുൽ നമുക്കുണ്ടാവില്ല, അവർ തവക്കുലിൻ്റെ പാരമ്യത പ്രാപിച്ചവരാണ്. പക്ഷെ അതിൻ്റെ ഒരു ഇഷാർ 10-1 10-1 അഥവാ 1% തവക്കുൽ നമുക്കും വേണ്ടേ? ഇഷാർ എന്ന ഉസ്താദ് ഉപയോഗിച്ചാന്ന്. അപ്പം ആ തവക്കുലിൻ്റെ പൂർണ്ണത എങ്ങനെയാണ്? രോഗത്തിൽ കിടന്നിടങ്ങേറായിട്ട് ഒരു വട്ടം പോലും ഇശ്ഫി അംറാദി എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെ ഒരു ഹിക്മത്തുണ്ട്. അതെന്താ? അയ്യൂബ് നബി മനസ്സിലാക്കി, അള്ളാഹു എൻ്റെ ഉടമസ്ഥനാണ്, ഞാൻ അവൻ്റെ അടിമയാണ്. അടിമയുടെ ആവശ്യം പൂർണ്ണമായി അറിയുന്നവനാ ഉടമസ്ഥൻ. അപ്പം ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമല്ല അത്. അതറിയാത്തവനാണെങ്കിൽ എൻ്റെ ഉടമയാകാൻ പറ്റൂലല്ലോ അള്ളാനെ. എൻ്റെ പൂർണ്ണ ഉടമ അവനാണ്. എൻ്റെ ആവശ്യം എന്നെക്കുറിച്ച് മുഴുവൻ അറിയാം.
പിന്നെ ഞാനെന്തിനാ ഉണർത്തുന്നത്? അതുകൊണ്ട് എൻ്റെ ആവശ്യം ഞാൻ ചോദിക്കാതെ തരട്ടെ. എൻ്റെ ജോലി എന്താണ്? എന്നെ ഏൽപ്പിച്ച പണിയുണ്ട്, അത് അവന് ദിക്റിയല്ല, അത് ഞാൻ ചെയ്താൽ മതി. എനിക്ക് വേണ്ടത് വേണ്ടപ്പോൾ അവൻ തരും. അതുകൊണ്ടല്ലേ അന്നീ മസ്സനിയുർറാഹിമീൻ, രോഗത്തെക്കുറിച്ച് അങ്ങൊരത്രേ പറഞ്ഞുള്ളൂ. പടച്ചോനെ ഞാൻ പ്രയാസത്തിലാണ്, വാൻ താർഹമുറാഹിമീൻ, അപ്പോഴും അള്ളാനെ മത് ചെയ്യാം. മത്സ്യത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം എത്ര ദിവസം ആ മീനിൻ്റെ വയറ്റ്, വലിയ തിമിംഗലത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടത്. ഈ തിമിംഗലം അങ്ങേരെ വിഴുങ്ങിയിട്ട് ഏതോ പറമ്പിൽ പോയി കിടക്കല്ല, അത് കടലിൻ്റെ ആയയിലൂടെ ഊഴിട്ട് പോവാണ്. ബേജാറ് മനസ്സിലാക്കാൻ 1 മണിക്കൂർ ലിഫ്റ്റ് കുടുങ്ങിയാൽ മതി. നമ്മളെ ബേജാറാണെങ്കിൽ അകത്തുള്ളതൊക്കെ പുറത്ത് വരും അല്ലേ? ലിഫ്റ്റ് ബ്ലോക്കായ എന്താ അതിൻ്റെ വിഷമം? കാണാതെ പഠിച്ചതൊക്കെ ചൊല്ലി തീർന്നിട്ടുണ്ടാവും. എന്നാൽ മീനിൻ്റെ വള്ളയിൽ കുടുങ്ങിയ യൂനുസ് നബി അലൈഹിസ്സലാം 1 വട്ടമെങ്കിലും റബ്ബി സല്ലിംനി, പടച്ചോനെ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടാന്ന് പറഞ്ഞില്ല. അവിടെയും തത്വം ഇതന്നെയാണ്. ഇതെന്താ പറഞ്ഞ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചരിത്രത്തിലെ അഭിപ്രായ ഭിന്നതകൾക്ക് വിധേയമായ 3 ദിവസമോ 7 ദിവസമോ 40 ദിവസം വരെ അഭിപ്രായങ്ങൾ പറഞ്ഞവരെ കാണാം. ആ മത്സ്യത്തിൻ്റെ അകത്ത് കടന്ന് അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് 1 വട്ടം പോലും പറയാതെ അല്ലാഹ് ഏൽപ്പിച്ച തസ്ബീഹ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഇതുമാത്രം ചൊല്ലിക്കൊണ്ട് അങ്ങനെ റബ്ബിൽ തവക്കുലിൻ്റെ പരിപൂർണത നേടിയതുകൊണ്ടാണ്. അദ്ദേഹവും അറിയാം എനിക്ക് വേണ്ടത് റബ്ബിനറിയും. എന്നെ രക്ഷപ്പെടുത്തലാണ് വേണ്ടതെങ്കിൽ അത് ഞാൻ ചോദിച്ചു വാങ്ങേണ്ട കാര്യമല്ല. ദുനിയവിയായ ആവശ്യങ്ങളുടെ മുമ്പിലാണ് ഈ തത്വട്ടോ. എന്നാൽ റബ്ബിനോട് ദ്വാരക്കണം, അള്ളാഹിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. ആ പറയുന്നതൊക്കെയും ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അമ്പിയാക്കൾ പറഞ്ഞത്, ദുന്യാവിൻ്റെ സൗകര്യങ്ങളല്ല. നമ്മൾ ഈ സൗകര്യം പറയുമ്പോഴാണ് നമുക്ക് തവക്കൽ കുറഞ്ഞു പോയെന്ന് ബോധ്യപ്പെടുന്നത്. എന്നോട് വേറൊരു ഉസ്താദ് പറഞ്ഞു മറ്റൊരിക്കൽ, മലയാളികൾക്ക് തവക്കുലിൻ്റെ ആഴം തീരെയില്ല എന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഒരു വേദിയിൽ കൂടി ആളുകളെ സദസ്സിൽ വെച്ച് ഉസ്താദിനോട് മലയാളത്തിൽ ദ്വാരക്കാൻ പറഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താ? 100 കാര്യം പറഞ്ഞാൽ 98 ദുന്യവിയായ കാര്യമാണ്. ഹലാൽ തന്നെയാണ്, പടച്ചോൻ പൊരുത്തപ്പെടുന്നത് തന്നെയാണ്. പക്ഷേ കച്ചവടം ഉഷാറാകാനും കൃഷി മെച്ചപ്പെടാനും നല്ല കല്യാണം ഉണ്ടാകാനും രോഗം ശിഫയാകാനും ഇങ്ങനെ ദുനിയാവിലെ സൗഖ്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ സൗകര്യങ്ങൾ കൂടാൻ, ഇതാണ് ആഖിറവുമായി ബന്ധപ്പെട്ടത്. ഇവിടെ അമ്പിയാക്കന്മാരെ പ്രാർത്ഥന അങ്ങനെ ഒരു ദുനിയാവ് വിഷയമല്ല. യഥാർത്ഥ ആലിമ്യങ്ങളും അങ്ങനെയാണ്. അത് വെച്ചാണ് മക്കൾ വേണമെന്ന ദുനിയവിയായ ആവശ്യത്തിന് മുമ്പിൽ ഉസ്താദ് എന്നോട് തവക്കുല് തീരല്ലേ. എങ്ങനെ? 85 ഇവിടുന്ന് പോയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കണ്ടപ്പോൾ ഇതേ ആവശ്യം ആവർത്തിച്ചപ്പോൾ ചോദിക്കാണ് തവക്കുല് തീരെയില്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മൾ മാതൃകയാക്കുന്ന ജീവിതത്തിൽ പകർത്താൻ ഒരുപാട് നിത്യജീവിതത്തിൻ്റെ രംഗങ്ങൾ വന്ദ്യരായ ഉസ്താദിൻ്റെ ജീവിതത്തിൽ നിന്ന് പെറുക്കിയെടുക്കാനുണ്ട്. ഞാൻ ഉസ്താദിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് അന്വേഷിക്കുകയും കിട്ടിയ അവസരങ്ങളിൽ നേരിട്ട് നോക്കി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ഉസ്താദിൻ്റെ ഉളൂ നിസ്കാരവും ശ്രദ്ധിച്ച ആളാണ്. പിന്നീട് ഉസ്താദിൻ്റെ കൂടെ ഓതി താമസിച്ച അവിടുത്തെ ശിഷ്യന്മാർ, എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഒരു ശിഷ്യൻ മജീദ് സഖാഫി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് വീണ്ടും ഉറപ്പുവരുത്തി. ഇൽമിൻ്റെ പണ്ഡിതന്മാർ, ദീനിൻ്റെ പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിൻ്റെ ഫുഖഹാക്കൾ ഏതൊരു കാര്യത്തിലും എന്തൊക്കെ സുന്നത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാം അമൽ ചെയ്തിട്ട ഉസ്താദിൻ്റെ രീതി. ഒറ്റ സുന്നത്ത് ഒഴിവാക്കൂല, ഒരു സുന്നത്ത് ഒഴിവാക്കൂല. എന്ത് സുന്നത്ത്? ഒളു എടുക്കുക. ഒളുവിൽ എത്ര സുന്നത്തുണ്ട്? ഓതി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കറിയാലോ.
വുളുവിൻ്റെ സുന്നത്ത് ഫർളിലേറെ സുന്നത്താ. എല്ലാ ഇബാദത്തിലും അങ്ങനെയാണ്. ഫർളും ഷർത്തും പരിമിതമാണ്. 14 ഫർളും 5-6 ഷർത്തും കഴിഞ്ഞാൽ നിസ്കാരം കഴിയും. 5 ഷർത്തും 5 ഫർള് കൊണ്ട് വുളു കഴിയും. പക്ഷെ സുന്നത്തുകൾ എത്രയാണ്? അപ്പോൾ വുളു എടുക്കുന്ന മനുഷ്യനോട് എന്തൊക്കെ സുന്നത്തുകൾ നിർദ്ദേശിച്ചോ ആ മുഴുവൻ സുന്നത്തുകളും. ഇരുന്നൊതുണ്ടാക്കാൻ സുന്നത്താ. നിന്നൊതുണ്ടാക്കുന്ന എനിക്ക് പുണ്യം കുറവാണ്. നമ്മളെ പള്ളികളിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും പരിഷ്കാരത്തിൻ്റെ ഭാഗമായി അള്ളാൻ്റെ ദീനിൽ കൂലി കുറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ലോകം അങ്ങനെ ആയിപ്പോയി. എന്നാൽ വുളു എടുക്കുന്നവൻ ഇരിക്കൽ സുന്നത്താണ്. എത്രത്തോളം ഫുഖാഹ് പറഞ്ഞു ഇരുന്ന് വുളു എടുക്കണം. നിന്നൊതു എടുക്കുന്നതിനേക്കാൾ ഇരുന്നെടുത്താലും വുളു ആവും, നിന്നെടുത്താലും വുളു ആവും. വെള്ളത്തിൽ മുങ്ങിയാണ്ട് നിയ്യത്ത് വെച്ച് പൊങ്ങിയാലും വുളു ആവും. ഒക്കെ വുളു തന്നെ. എന്നാൽ വുളു എടുക്കുന്നവന് അല്ലാഹു തആല വുളു എടുത്തതിൻ്റെ പേരിൽ കൂടുതൽ പ്രതിഫലം കൊടുക്കുന്ന വുളു ഏതാണോ അത് ഇരുന്നൊതുണ്ടാക്കുക. ആ ഇരുന്നൊതുണ്ടാക്കുമ്പോൾ ഖിബിലക്ക് തിരിഞ്ഞിരിക്കുക. ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെക്കണം. ചെറിയ പാത്രത്തേക്ക് ശേഖരിച്ച് ആ ചെറിയ പാത്രത്തിൽ നിന്ന് അവയവങ്ങളിലേക്ക് വെള്ളം എടുക്കണം. അതുവരെ പറഞ്ഞു. വലിയ പാത്രം വലതുഭാഗത്ത് വെക്കണം, ചെറിയ പാത്രം ഇടതുഭാഗത്ത് വെക്കണം. എന്താ അപ്പോൾ ഇത് വിലങ്ങ് കാട്ടിയാൽ വലിയത് ഇവിടെ ചെറുത് ഇവിടെ അയച്ചാൽ എന്താ? ആരും ഒന്നും കാട്ടൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിൻ്റെ എതിരാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഉസ്താദ് അങ്ങനെ ഒതുക്കുള്ളൂ. ഒരിക്കലും ഈശോ എന്നോട് പറഞ്ഞു, ഇരുന്ന് ഒതുണ്ടാക്കാൻ പറ്റാത്തൊരു പള്ളിയിൽ നിന്ന് ഒതുണ്ടാക്കാൻ മാത്രം സൗകര്യമുള്ളൊരു സ്ഥലത്ത് ഒരിക്കലും യാത്രയിൽ ഉസ്താദ് പെട്ടു. അവിടെ ടാങ്ക് നിന്ന് ഒതുണ്ടാക്കാൻ പറ്റുള്ളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഇരുത്തം ആ ഒരു ഒളിവിൽ നഷ്ടപ്പെടാതിരിക്കാൻ ആ ടാങ്കിൻ്റെ മേലേക്കാണ് കയറിയിട്ടാവും ഇരുന്നു. എന്നിട്ട് ഒതുണ്ടാക്കി. ധാരാ നോക്കുക. ജീവിതത്തിൽ എവിടെയും റസൂലുള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ടൊരു കർമ്മം എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ പാടില്ല എന്ന ബുദ്ധി, ആ ചിന്തയല്ലേ അങ്ങനെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഒളു തീരുന്നത് വരെ ഉസ്താദിൻ്റെ ഒളുവിനെങ്ങനെ ശ്രദ്ധിച്ചാൽ ഫുഖഹാക്കൾ എന്തൊക്കെ സുന്നത്ത് ഒളുവിന് പറഞ്ഞോ അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒളു അവസ്ഥ എടുത്തിട്ടുള്ളത്. നമുക്ക് മാതൃകയില്ലേ? ഇത്തരം മാതൃകയുള്ള വ്യക്തികളല്ലേ എന്ന് ഓർക്കപ്പെടുന്നത്. സുന്നത്ത് നിസ്കാരം പൊതുവെ സമൂഹത്തിനൊരു തോന്നലുണ്ട്, ഈ കുറേ സുന്നത്തുകളൊക്കെ നമ്മൾ ഫർള് നിസ്കാരത്തിലേ പാലിക്കും. ഉദാഹരണം, വജ്ജഹത്തു ഓതൽ ഫർള് നിസ്കാരത്തിൽ മാത്രമാണ്. നിങ്ങൾ ആരെങ്കിലും സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജഹത്തു ഓതലുണ്ടോ? ദുആഉൽ ഇഫ്തിതാഹ് ഞാൻ ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വലിയ വലിയ മൂല്യന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപൂർവമായി 2 വ്യക്തികളെ ഞാൻ കണ്ടെത്തിയതിൽ ഒന്ന് സയ്യിദ് ഉസ്താദാണ്, ഒന്ന് മർഹൂം എൻ്റെ വന്യ ഗുരു കൂടിയായ പാലക്കാട് ബാപ്പു മുസ്ലിയാരാണ്. വജ്ജഹത്തു ഓതാതെ ഒറ്റ സുന്നത്ത്. ഈ വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ മൊത്തം സുന്നത്താ. മയ്യിത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തിനും വജ്ജഹത്തു സുന്നത്താ. മയ്യിത്ത് നിസ്കാരത്തിന് വജ്ജഹത്ത് പറ്റില്ല. കാരണം ഒരു വജ്ജഹത്തുവിൻ്റെ സമയം പോലും എടുത്തിട്ട് മയ്യത്തിനെ തേഖീറാക്കരുത് എന്നാ. എല്ലാവരും വേഗം കബറിലെത്തണം. അവിടെ വജ്ജഹത്ത് ഓതിയിട്ടുള്ള സമയങ്ങളും അതിനെ പിന്തിക്കാൻ പാടില്ല. അപ്പോൾ പണ്ഡിതന്മാരുടെ മറ്റൊരു ചർച്ച ചെയ്തു, ഗായിബായ മയ്യത്തിന് ഓതാമോ? നമ്മൾ മറിഞ്ഞ മയ്യത്തിന് നിസ്കരിക്കുമല്ലോ, അവിടെ മയ്യത്ത് നേരം വെക്കണ പരിപാടി ഒന്നുമില്ലല്ലോ. ഓതാമെന്ന് പറഞ്ഞത് അവിടെ കാണാം. ഗായിബായ മയ്യത്തിനാണ് നിസ്കരിക്കുന്നതെങ്കിൽ വജ്ജഹത്തോടെ ഓതാവുന്നതാണ്. ഹാദിറായ മയ്യത്തിനൊഴിച്ച് ബാക്കി മുഴുവൻ നിസ്കാരങ്ങൾക്കും വജ്ജഹത്ത് സുന്നത്താണ്. പക്ഷേ കർമ്മത്തിൽ, അമലിൽ സാധാരണക്കാരും ആലിമീങ്ങളും വ്യത്യാസമില്ലാത്ത വിധം അത് സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. എന്നാൽ സയ്യിദ് അലി ഉസ്താദിൻ്റെ ഒറ്റ സുന്നത്ത് നിസ്കാരവും വജ്ജഹത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമില്ല. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതലോ അതില്ലാത്ത വല്ല സുന്നത്ത് നിസ്കാരമുണ്ടോ? എത്ര പേർ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതുന്നു? അത് പിന്നെ വജ്ജഹത്ത് പോലെയല്ല, കുറച്ചൊക്കെ ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാണാറുണ്ട്. ഇനി എല്ലാ സുന്നത്തിലും ഇല്ലെങ്കിലും മുഹിമ്മാ സുന്നത്തിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൽ സ്വാധീനമുണ്ടാക്കുന്ന സുന്നത്തുകൊണ്ടാണ്.
ഫർള് കൊണ്ടല്ല. ഒരാൾക്ക് റബ്ബിൻ്റെ അടുക്കൽ സ്വാധീനം വർദ്ധിക്കൽ സുന്നത്ത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാഹു തആല പറഞ്ഞ ഖുദ്സിയ ഹദീസ് തുടങ്ങുന്നത് എങ്ങനെയാ? എൻ്റെ അടിമക്ക് ഞാൻ എന്നിലേക്ക് അടുക്കാൻ കൊടുത്ത കർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയത് ഫർള് തന്നെയാണ്. പക്ഷെ ഫർള് പരിമിതമല്ലുള്ളൂ. എന്നിട്ട് പറഞ്ഞതെന്താ? വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. എൻ്റെ അടിമ എന്നിൽ സ്വാധീനമുണ്ടാക്കുന്നത് അവൻ്റെ സുന്നത്തുകൾ കൊണ്ടാണ്, ഫർള് കൊണ്ടല്ല. ഫർള് കടം വീട്ടലാണ്, അത് ബാധ്യതയാണ്. സുന്നത്തോ അത് ഐച്ഛികമാണ്, അടിമയുടെ ഇച്ഛയ്ക്ക് വിധേയമാണ്. ചെയ്യാനും ചെയ്യാതിരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യം തന്നൊരു കർമ്മം, അതിനെ ചെയ്യുന്നത് റബ്ബിനോടുള്ള താല്പര്യം കൊണ്ടാണ്. ഫർളോ അത് നിവൃത്തിയില്ലായ്മ, ചെയ്യല്ലാതെ മാർഗമില്ല. അപ്പോൾ റബ്ബിൻ്റെ ഇഷ്ടം മനസ്സിലാകാൻ ഉദാഹരണമായി പറഞ്ഞാൽ, ഞാനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ തൊഴിലാളിയാണ്. എൻ്റെ സുഹൃത്ത് മജീദ് മുസ്ലിയാർ, അദ്ദേഹം ആരാ മുതലാളിക്ക് അറിയണ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. പണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ മരിച്ചുപോയി. മയമുട്ടിയാജി അതായിരിക്കണം. മൂപ്പര സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ രണ്ടാളും പണിക്കാരാണ്. എന്താ ഞങ്ങൾ എഗ്രിമെൻ്റ്? ദിവസം 1000 രൂപ ശമ്പളം തരണം. പിന്നെന്താ ടൈമിങ് എങ്ങനെ? രാവിലെ 8 മണിക്ക് കടയിലെത്തണം, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങാം, 4 മണിക്ക് വീണ്ടും കയറണം, രാത്രി 11 മണിക്ക് ഇറങ്ങാം. ഇനി ദിവസം 1000 രൂപ തരണം. ശരി. ഞാൻ വാച്ചിലിങ്ങനെ നോക്കിയിട്ട് കട്ടൻ ചായയൊക്കെ കുടിച്ച് രാവിലെ വന്ന് സമയമൊക്കെ അങ്ങനെ എഴുതി പേപ്പറൊക്കെ വായിച്ച് 8 മണിയാണ്ടായപ്പോൾ കടയിൽ കയറി ബിസ്മിയും ചൊല്ലി വലത്തേക്കാലും വെച്ച് വാച്ചിലിങ്ങനെ നോക്കിയിട്ട് 2 മണിക്ക് ഞാൻ ഇറങ്ങി. കടയിലെ മറ്റൊന്നും പിന്നെ എനിക്ക് നോക്കണ്ട. അസറൊക്കെ നിസ്കരിച്ച് കാലിച്ചായ കുടിച്ച് എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് 4 മണി കൃത്യത്തിന് വാച്ചിൽ നോക്കി 2-ാം ഊഴത്തിലും കയറി 11 മണിക്ക് ഇറങ്ങി. ഈ മുതലാളിയുടെ മുമ്പിൽ ഞാൻ 100% നീതി പാലിച്ച മുതലാളിയാണ്. പക്ഷേ ഫർളേ ചെയ്തിട്ടുള്ളൂ. എന്നോടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വാങ്ങണ പൈസ അള്ളാഹിൻ്റെ അടുത്ത് എനിക്ക് ഹലാലാണ്. പക്ഷേ എൻ്റെ സുഹൃത്ത് അങ്ങനെയല്ല. മൂപ്പര് എൻ്റെ മാതിരി കൂടുതൽ ദിനചര്യ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ കുടിക്കണ അത്ര ചായ ഒന്നും കുടിക്കൂല. മൂപ്പര് 7:30 തന്നെ പണിയൊക്കെ കഴിഞ്ഞു. അരമണിക്കൂർ മുമ്പ് കടയിക്കണ വരി. ഇപ്പം അരമണിക്കൂർ സുന്നത്തായി അവിടെ. 2 മണിക്ക് മൂപ്പർക്കും ഇറങ്ങാം. പക്ഷേ കടയിൽ കസ്റ്റമേഴ്സിൻ്റെ ബാഹുല്യം കണ്ടപ്പോൾ തൻ്റെ ടൈമിങ്ങിനെ വകവെക്കാതെ ആ ഉള്ള തിരക്കൊക്കെ തീർക്കോളം പിന്നെ അവിടെ നിന്നിട്ട് 2-2:30 മൂപ്പര് ഇറങ്ങുമ്പോൾ അരമണിക്കൂർ അവിടെ സുന്നത്താണ്. അസർ 3:15 ആകണ കാലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വേഗം മൂപ്പര് കടയിക്കാണ്ട് കയറി. അരമണിക്കൂർ അവിടെ സുന്നത്താണ്. 11 മണിക്ക് പോകാമെങ്കിലും എല്ലാം പെറുക്കി വെച്ച് തേച്ച് തുടച്ച് വൃത്തിയാക്കിയപ്പോഴേക്ക് 12 മണി അങ്ങനെ പോയത്. 1 മണിക്കൂർ അവിടെയും. ഈ ഞാനും ഈ മറ്റേ തൊഴിലാളിയും ഈ മുതലാളിൻ്റെ കണ്ണിൽ ഒരുപോലെ ആവുമോ? ഇയാൾ എത്ര ലോൺ ചോദിച്ചാലും കൊടുക്കും. ഞാൻ ചോദിച്ചാൽ തരാനേ സാധ്യതയില്ല. കാരണം ഇന്നെക്കൊണ്ട് ഒരു ഉപകാരം ഈ കൃത്യത അല്ലാത്ത മറ്റൊന്നുമില്ല. മോളെ കല്യാണമാണ് 5 ലക്ഷം കടം തരണമെന്ന് പറഞ്ഞാൽ തൽക്കാലം പെൻ്റേക്കല്ലാന്ന് ഒരു മടിയില്ലാതെ പറയാം. ഞാൻ തൽക്കാലം ഞാൻ കടയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ ശരി നിങ്ങൾ പോയിക്കോളി എന്ന് പറയും. ഇയാൾ പോകാൻ ഒരുങ്ങിയാലോ ഇതുപോലെ എനിക്ക് ഞാൻ തരാം, ശമ്പളം കൂട്ടിത്തരാൻ അറിയും. ഇതെന്തുകൊണ്ടാണ്? ഈ സുന്നത്തുകൊണ്ടാണ്, ഈ ഫർളുകൊണ്ടല്ല. അള്ളാഹു തആല ഖുദ്സി ഹദീസിൽ അതിനെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തന്ന മുന്തിയ കർമ്മം ഫർള് തന്നെയാണ്. പക്ഷേ ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. എൻ്റെ അടിമ എന്നിൽ സ്വാധീനമുണ്ടാക്കുന്നത് അവൻ്റെ സുന്നത്തുകൾ കൊണ്ടാണ്. ആ സുന്നത്ത് കൊണ്ട് സ്വാധീനമുണ്ടാക്കിയതിനെക്കുറിച്ച് എന്താ പറഞ്ഞ്? അപ്പം ഞാൻ അവൻ്റെ കയ്യാകും, ഞാൻ അവൻ്റെ കാലാകും, ഞാൻ അവൻ്റെ കണ്ണാകും, ഞാൻ അവൻ്റെ നാവാകും, ഞാൻ അവൻ്റെ എല്ലാം ആവും. അല്ലേ? അള്ളാഹു നമ്മുടെ കയ്യും കാലും കൽബും ഒക്കെ ആവുന്നത് സുന്നത്തുകൾ കൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് സുന്നത്തിനെ അവഗണിക്കാൻ പറ്റുമോ? കാരണം എൻ്റെ ഉസ്താദ് ജീവിതത്തിൽ വലിയ തിരക്ക് പിടിച്ച മനുഷ്യനാണ്. ഈ കേസമൂലർ നവറുല്ലാഹു മർക്കദഹു. മൂപ്പർക്ക് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള ഖിദ്മ മൂപ്പരെ തിരക്ക്. മൂപ്പർക്ക് ഒരു തൊഴിലാളിക്കും ശമ്പളം കൊടുക്കേണ്ട തിരക്കില്ല. എവിടെയും കമ്പിപ്പീടിയിലോ സിമെൻറ്റും പീടിയിലോ പൈസ കൊടുക്കേണ്ട ബാധ്യതയില്ല. ഒരു നിർമ്മാണം എവിടെയും നടക്കുന്നില്ല. പക്ഷേ മൂപ്പര ജീവിതം കോടതിയിലാണ്, വാദപ്രതിവാദ സ്റ്റേജിലാണ്. ഓരോ നാട്ടുകാരുടെ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രശ്നത്തിന് കേരളം മൊത്തം ഓടിപ്പായാണ്. സമസ്തക്ക് വേണ്ടി
ദർസ് നടത്തുന്ന മുത്താലിമീങ്ങൾക്ക് വേണ്ടി ആലപ്പുഴയിലും പെരിന്തൽമണ്ണയിലും തിരൂരിലും കണ്ണൂരിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും കയറിയിറങ്ങാത്ത കോടതികളില്ല അള്ളാൻ്റെ ദീനിനു വേണ്ടി. ആ മൂപ്പര് ഈ തിരക്കിലൂടെ ഒക്കെ പടച്ചോനെ ഫർള് മാത്രം നിസ്കരിച്ച് തൽക്കാലം സുന്നത്ത് മാറ്റിവെച്ചേക്കുമോ എന്ന ഭയം കാരണം ജീവിതകാലം മുഴുവൻ എല്ലാ റവാത്തിബ് സുന്നത്തും ജീവിതത്തിൽ ഞാൻ നേർച്ചയാക്കി എന്ന് പ്രഖ്യാപിച്ച ആളാ. നേർച്ചയായിരുന്നു. നേർച്ചയാക്കിയ ഫർളായില്ലേ? ഞാൻ ചെയ്യാതിരിക്കാൻ നിവൃത്തില്ല. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുഴുവൻ ഫർള് നിസ്കാരങ്ങളുടെയും സുന്നത്ത് നിസ്കാരത്തെ നേർച്ചയാക്കി. അങ്ങനെ അത് ചെയ്തിട്ട് മരിച്ച ആളായി കേസം മുല്ലേര്. എന്നാൽ ഇത് നേർച്ചയാക്കിയ കഥ നമ്മൾ മൂപ്പരത്തെ കുറിച്ച് ഞാൻ ഉസ്താദിനെ കുറിച്ചേ കേട്ടിട്ടുള്ളൂ. സൈദാലി ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു, അന്വേഷിച്ചു, പഠിച്ചു. ഒരിക്കൽ പോലും ഒരു റവാത്തിയും എന്തൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ അള്ളാൻ്റെ ദീനിൽ നിർദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്ത ആളാണ്. അതൊക്കെ പൂർണ്ണമായി ചെയ്ത ആളാണ്. വജ്ജത്ത് ഉൾപ്പെടുത്തി ഫാത്തിഹയ്ക്ക് ശേഷം ഫർള് നിസ്കാരം 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ സൂറത്ത് 2 റക്അത്തിലുള്ളൂ. അവസാനത്തെ 2 റക്അത്തിൽ സൂറത്തില്ല ഫർളിൽ. എന്നാൽ സുന്നത്ത് നിസ്കാരം ഏതൊക്കെ ഉണ്ടോ എല്ലാ റക്അത്തിലും സൂറത്ത് സുന്നത്തുണ്ട്. പക്ഷെ ആരാ അമൽ ചെയ്യൽ? പക്ഷെ അത് ചെയ്യാത്ത നിസ്കാരം സൈദാലി ഉസ്താദ് നിസ്കരിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിന് പാഠമില്ലേ, മാതൃകയില്ലേ? സുന്നത്ത് നിസ്കാരത്തിൽ നിങ്ങൾ അധികം ശ്രദ്ധിച്ചു നോക്കുള്ളൂ. അത്തയ്യാത്ത എവിടം വരെ ഓതുക? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ സ്വലാത്ത് പോലും ഹമീദും മജീദ് വരെ ചൊല്ലൂല. എന്നാൽ പലരും കേട്ടോ, ഞാൻ ചെല്ലുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നോട് മുന്നക്കറുപ്പ് തോന്നരുത്. ഉണ്ടാകും. പ്രത്യേകിച്ച് സൈദാലി ഉസ്താദിനായിട്ട് ബന്ധമുള്ള കൗമല്ല ഇവിടെ. അപ്പോൾ കുറേയൊക്കെ ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ സൈദാലി ഉസ്താദ് മസീഹു ദജ്ജാൽ വരെ ഓതിയിട്ടേ സലാം വിട്ടുള്ളൂ. ജീവിതത്തിൽ പകർത്താൻ ഒരുപാട് മാതൃകകൾ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ കൊണ്ടു നടന്ന് അത് ബോധ്യപ്പെടുത്തി ജീവിച്ച ഉന്നത വ്യക്തിത്വമാണ്. ഇൽമിൻ്റെ യാഥാർത്ഥ്യം അകക്കാൻ പറഞ്ഞ ഒരു പണ്ഡിതൻ ആ വിനയത്തിലും അത്തരം മാതൃക ബോധ്യപ്പെടുത്തിക്കൊണ്ടുമല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അത് തെളിയിച്ച ജീവിതമാണ് വന്ദ്യരായ ഉസ്താദിൻ്റെ ജീവിതം. വളരെ ലളിതമായ ശൈലി. വഫാത്തിൻ്റെ തൊട്ടടുത്തുള്ള 1-2 വർഷങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷെ വഫാത്തിൻ്റെ ദിവസം ഞാൻ വന്നിരുന്നു. എന്തൊരു സുന്ദരമായ മുഖം! ഞാൻ ഒരുപാട് വേദികളിൽ ആ സംഭവം ഇതിനു മുമ്പ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജീവിച്ച കാലത്ത് കാണാനുണ്ടായിരുന്ന മുഖമേ അല്ല, വഫാത്തായി ഇങ്ങനെ കിടക്കുമ്പോൾ ആ പ്രകാശിക്കുന്ന സൗന്ദര്യത്തിൻ്റെ മുഖം. എനിക്ക് തോന്നി, പടച്ചവനെ, ഇങ്ങനെയല്ലല്ലോ ഹയാത്ത് കാലത്ത് ഞാൻ കണ്ടപ്പോൾ ഇത്ര പ്രസന്നത തോന്നിയിട്ടില്ല. എൻ്റെ അനുഭവമാണ്, ആരും പറഞ്ഞതല്ല. ഞാനിത് ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിനെക്കുറിച്ച് പരാമർശിക്കേണ്ടി വരുമല്ലോ പലപ്പോഴുമൊക്കെ. ഒന്നുമില്ലെങ്കിൽ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മയിൽ വരുമല്ലോ വന്ദ്യരായ ഉസ്താദിനോടുള്ള ആ സ്നേഹവും ആദരവും. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി അത് കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് കർമ്മരംഗത്ത് അമൽ ചെയ്യാൻ ഉസ്താദ് എന്തൊക്കെ അമൽ ചെയ്തതായി അറിഞ്ഞോ അതൊക്കെ നമ്മളും. കഴിഞ്ഞ കാലങ്ങളിൽ പോയത് പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന ആയുഷ്കാലം അള്ളാഹു നമുക്ക് നീട്ടിത്തരട്ടെ. അവിടെയൊക്കെ ഉസ്താദ് എങ്ങനെയായിരുന്നോ നിസ്കരിച്ചത്, എങ്ങനെയാണോ മറ്റു ആരാധനാ കർമ്മങ്ങൾ ചെയ്തത്, എങ്ങനെയായിരുന്നു വളു എടുത്തിരുന്നത്, എങ്ങനെയായിരുന്നു ആളുകളോട് ഇടപഴകിയിരുന്നത്, ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം, അത് ഉസ്താദിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന്, ഇൽമിന് വേണ്ടിയാണ് ഉസ്താദ് നിലകൊണ്ടത്. ഇൽമിന് വേണ്ടി നമ്മളും നിലകൊള്ളണം. നമ്മളെങ്ങനെയാണ് ഇനി ഇൽമിന് വേണ്ടി നിലകൊള്ളുക? നമുക്കെല്ലാം ഇനി പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ട് ആലിമീകളാകാൻ ശ്രമിക്കാൻ ഒരു പക്ഷേ കഴിയില്ല. പക്ഷേ ഇൽമിനെ സഹായിക്കാൻ പറ്റുമല്ലോ.
ഇൽമി പഠിക്കുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഉസ്താദിനെ പോലെയുള്ള പ്രതിഭകളെ ഉണ്ടാക്കാൻ പറ്റുന്ന പണിയാണ് ദർസും കോളേജുമൊക്കെ. അതിൻ്റെ ഭാഗവാക്കാകുന്നത് ഇൽമിനോടുള്ള മഹബത്താണ്. ഇൽമിനോടുള്ള മഹബത്ത് ആലിമീങ്ങളോടുള്ള മഹബത്താണ്. ഉസ്താദിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമായി ഈ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആ ദർസിനെ സ്നേഹിക്കുകയും അത് വളർത്തിക്കൊണ്ടുവരുന്നത് ഉസ്താദ് ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ ഉസ്താദിനുള്ള മഹബത്ത്, ഉസ്താദിൻ്റെ ചാരത്ത് തന്നെ ഉസ്താദ് ഇഷ്ടപ്പെടുന്ന ആ നല്ലൊരു പ്രവർത്തനം അത് നടക്കുമ്പോൾ മക്കളെ അതിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ആലിമീങ്ങളാക്കാൻ പറ്റുന്നത് ഉസ്താദിനുള്ള മഹബത്ത് നിർത്തുന്ന ഭാഗമാണ്. പഠിക്കുന്ന മക്കൾക്ക് അവിടെ വേണ്ട ആവശ്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അത് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ ഉസ്താദിനോടുള്ള മഹബത്ത് നിലനിർത്തുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ കർമ്മങ്ങളുടെ കാര്യത്തിൽ ഉസ്താദിൻ്റെ ശൈലി മനസ്സിലാക്കി നമ്മൾ പകർത്തുകയും ഇൽമിന് വേണ്ടി നിലകൊണ്ട. അപ്പോൾ ഉസ്താദ് ഇൽമിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഏത് പണ്ഡിതനും പറയാനുള്ളത് അപൂർവങ്ങളായ കാര്യങ്ങൾ ഒരുപാട് ആലിമീങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്തത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ്. അതെങ്ങനെയാണ് സാധിക്കുക? ഞാൻ വന്നപ്പോൾ കേട്ടു ഒരു ലമീറിൻ്റെ ഉള്ളിലൊതുങ്ങിയ പൊരുള്. ആ ലമീറിൽ നിന്ന് എത്ര വലിയ ആശയമാണ് ഇവിടെ മനസ്സിലാക്കിയെടുത്തത്. പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കണം. ഞങ്ങൾ ഉസ്താദ് എപ്പോഴും പറയും, ഞങ്ങളോട് പറയും, വാക്കിൻ്റെ പോക്ക് നോക്കണം ചേക്കുമെന്ന്. സുമൂലർ വാക്കിൻ്റെ പോക്ക് നോക്കണം ചേക്കുമെന്ന് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ പോക്ക് നോക്കിയവനാണ്. അതുകൊണ്ടായി ലമീർ കണ്ടെത്തിയത് വാക്കിൻ്റെ പോക്ക് നോക്കിയിട്ട്. അല്ലാത്തവർക്ക് കണ്ടെത്താൻ പറ്റില്ല. ഇപ്പോൾ തിരൂർ കോടതിയിൽ വെച്ച് അഡ്വക്കേറ്റ് അഹമ്മദ് അസമൂലരോടൊരു ചോദ്യം ചോദിച്ചു. എന്താ കേസ്? അങ്ങ് ഷൊർണൂർ ഭാഗത്ത് ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് 2 വയസ്സ് പ്രായമുള്ള ഒരു സയ്യിദ് കുടുംബത്തിലെ ബീവിക്കുട്ടി, തങ്ങളുടെ കുടുംബത്തിലൊരു പെൺകുട്ടി മരിച്ചു. അപ്പോൾ പൊതു ശ്മശാനത്തിൽ തങ്ങന്മാരെ മാത്രം മടമാടുന്നൊരു ഏരിയയുണ്ട്. അവിടെ ഈ കുട്ടിയെ മറമാടി ആ ഖബർ ലേശം കെട്ടിപ്പൊക്കി. അതൊരു സയ്യിദത്തിൻ്റെ ഖബറാണെന്ന് തിരിച്ചറിയാൻ അവിടുത്തെ ബിദ്അത്തുകാർ അത് പ്രശ്നമാക്കി. കമ്മിറ്റിയിൽ ബഹളായി. ആ ഖബർ പൊളിച്ചിട്ട് നിരപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും കമ്മിറ്റി അതിന് തയ്യാറാകാതിരുന്നപ്പോൾ കമ്മിറ്റിക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. കേസ് കൊടുത്തത് എന്താണ്? ഷാഫി മദ്ഹബിൻ്റെ തന്നെ നിയമപ്രകാരം സാധാരണക്കാരുടെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ്. ഒരാളെ ഖബറും കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ് ബിദ്അത്തിൻ്റെ ആശയം. എന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് പൊതു ശ്മശാനത്തിൽ സാലിഹീങ്ങൾ ഒഴിച്ച് ഇല്ലാ ഖുബൂർ സാലിഹീൻ, സാലിഹീങ്ങളുടെ ഖബർ വേണമെങ്കിൽ വേർതിരിവിന് വേണ്ടി അങ്ങനെ ചെയ്യാം, അല്ലാത്തത് പറ്റില്ല എന്നാണല്ലോ. ഈ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടാണ് അസമൂലിയരെ ചോദ്യം ചെയ്തത് അഹമ്മദ് വക്കീൽ. അഡ്വക്കേറ്റ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ അയാൾ സാധാരണ ഒരു വക്കീലല്ല. അയാൾ നല്ലോണം കിതാബ് ഓതിയ മൂല്യരാണ്. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൂല്യരെ പെങ്ങളെ മകനാണത്. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മൂല്യരുടെ അടുത്തുനിന്ന് തൊഴുഫ വരെയുള്ള കിതാബ് ഓതി പഠിച്ച ആളാണ് അഡ്വക്കേറ്റ് അഹമ്മദ്. ഇദ്ദേഹമാണ് അസമൂലിയരെ ക്രോസ് ചെയ്യണത്. അപ്പോൾ ഈ സ്വാലിഹീങ്ങളുടെ ഖബർ കെട്ടിപ്പൊക്കാം, അതിന് കുഴപ്പമില്ല, പൊതു ശ്മശാനത്തിൽ എന്ന് ഫുഖാഹ് പറഞ്ഞ ഇബാറത്തുമ്മൽ പിടിച്ചിട്ട് സമൂലിയോട് ചോദിച്ചു, സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ലേ അസമൂലിയരെ അർത്ഥം? സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ലേ അർത്ഥമെന്ന്. എന്താ നമ്മളോട് ചോദിച്ചാൽ എന്താ പറയുക? അങ്ങനെ തന്നെ, സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ തന്നെ. പക്ഷേ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പിന്നിൽ വരാൻ പോകുന്ന വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഖബർ വിദേഹത്താർ പറഞ്ഞ മാതിരി ആക്കേണ്ടി വരും. പക്ഷെ അസമൂലിയർ അവിടെ വാക്കിൻ്റെ പോക്ക് നോക്കുകയാണ്. ഇല്ലാ ഖുബൂർ സാലിഹീൻ എന്ന് ഫുഖാഹ് പറഞ്ഞെടുത്ത് ആ വാക്കുമ്പോഴാണ് ഈ ചോദ്യം. സാലിഹീങ്ങളെന്ന് പറഞ്ഞാൽ സുഹൃതം സജ്ജനങ്ങൾ എന്നല്ലേ? ഉസ്താദ് പറഞ്ഞു അല്ല, സാലിഹീങ്ങളെന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ല.
പിന്നെന്താ അസമ്മൂലരെ അർത്ഥം? സാലിഹ്യങ്ങളെന്ന് പറഞ്ഞാൽ മഹാന്മാരെന്നാണ് അർത്ഥം. എന്താ അതിൻ്റെ വ്യത്യാസം? സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്തവരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കാണ് സജ്ജനങ്ങളെന്ന് പറയുക. 2 വയസ്സായ കുട്ടി എന്ത് സുഹൃത ചെയ്തത് ചോദ്യം വരും. അതേസമയം മഹാന്മാരെന്ന് പറഞ്ഞാൽ മഹത്വം ഉണ്ടായാൽ മതി. മഹത്വം എന്ന് പറയുന്നതിന് അഹ്ലു ബൈത്ത് മഹത്വം തന്നെയാണ്. സാദാത്യങ്ങൾ അപ്പം മഹാനാണ്, മഹദിയാണ്. സ്വാലിഹീങ്ങൾ എന്ന വാക്കിന് ശരിക്കുള്ള അർത്ഥം മഹാന്മാരെന്ന് തന്നെയാണ്. അത് അയിമ്മത്തിൻ്റെ ഇബാറത്തുകളിൽ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ സ്വാലിഹ് എന്ന പേര് യാഥാർത്ഥ്യമാകുന്നത് മരണത്തിന് ശേഷമാണെന്നാ, ജീവിതകാലത്തോ യാഥാർത്ഥ്യമാവില്ല. ഹഖീഖത്തിൽ സ്വാലിഹ് എന്ന് പറയണമെങ്കിൽ ഈമാൻ സലാമത്തായി മരിച്ചിട്ടണം, ഇനി കാലുമാറൂല. ഏത് സ്വാലിഹും മരണത്തിൻ്റെ മുമ്പ് വഴിവെച്ചേക്കാം. അതുകൊണ്ട് സ്വാലിഹ് എന്ന പേര് ഉറക്കൽ മരിച്ചതിന് ശേഷം. അതിന് മഹത്വത്തിൻ്റെ പേര് മരിച്ചാൽ അള്ളാൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടവരൊക്കെ മഹാന്മാരാണ്. ആ മഹത്വം അഹ്ലു ബൈത്തിനുണ്ട്. ഇങ്ങനെ നമ്മുടെ മുമ്പിലെത്തുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അയിമ്മത്തിൻ്റെ ഇബാറത്തുകളിൽ നിന്ന് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി നമുക്ക് പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ പഠിക്കുന്ന കാലത്ത് മുത്തഅല്ലിമീങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു പഠിച്ചിരിക്കണം. അതിനാണ് വാക്കിൻ്റെ പോക്ക് നോക്കാൻ പറഞ്ഞത്. നമുക്കുള്ള മാർഗം അത്തരം ആഴങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ഇൽമിനെ സഹായിച്ച്, ഉസ്താദിനോടുള്ള മഹബത്ത്, ദർസിനെ സ്നേഹിച്ച്, ദർസിനാവശ്യമായ സഹായങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇനി നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്.